നമസ്കാരം. ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ ആണ് CPIM നേതാക്കൾ. ഏകാധിപത്യത്തെ നഖശിഖാന്തം എതിർക്കുന്നവരുമാണ്. കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ഏകാധിപത്യ സ്വഭാവം എന്നാണ് പലപ്പോഴും CPIM നേതാക്കൾ വിശേഷിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ച് പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ആ ബിൽ അവതരണം അതിവേഗത്തിൽ ആണ് എന്നും ബില്ലുകളെക്കുറിച്ച് ശരിയായി പഠിക്കാനുള്ള സമയം പോലും എംപിമാർക്ക് നൽകാറില്ല എന്നും വലിയ വിമർശനം ആണ് CPIMന്റെ അംഗങ്ങൾ ഉന്നയിക്കാറുള്ളത്. അതേ CPIM തന്നെ നേതൃത്വം നൽകുന്ന ഇടത് സർക്കാരാണ് കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിൽ ഉള്ളത്. അങ്ങനെയുള്ള സർക്കാർ PM ശ്രീ പദ്ധതിയുടെ ഭാഗം ആയപ്പോൾ എന്തുകൊണ്ടാണ് സഖ്യകക്ഷികളെ അടക്കം വിശ്വാസത്തിൽ എടുക്കാതെ പോയത്? സഖ്യകക്ഷികളെ എന്നത് വിട്ടുകളഞ്ഞേക്കൂ, സ്വന്തം മന്ത്രിസഭയിലുള്ള അംഗങ്ങളെപ്പോലും ഇക്കാര്യം ബോധിപ്പിക്കാൻ എന്തുകൊണ്ട് CPIM നേതാക്കളും ഒപ്പം മന്ത്രിസഭയിലെ വകുപ്പ് മന്ത്രിമാരും തയ്യാറായില്ല? കടുത്ത വിമർശനം ആണ് ഇപ്പോൾ മുന്നണിക്കകത്ത് നിന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CPIയുടെ നേതൃത്വത്തിൽ അനുനയ നീക്കങ്ങൾ എല്ലാം തന്നെ പാളുകയാണ്. അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കും എന്ന മുന്നറിയിപ്പും CPI നൽകിയിട്ടുണ്ട്. നാളെ നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI അംഗങ്ങൾ പങ്കെടുക്കുകയുമില്ല. പക്ഷേ ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ CPIMന്റെ നിലപാട്. അപ്പോൾ CPIയുടെ പ്രതിഷേധം ഏതുവരെ എത്തും? അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. PM ശ്രീയിൽ ഉടക്കിയ CPI മന്ത്രിമാരെ പിൻവലിക്കുമോ? അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ രാജിയെന്ന് മുന്നറിയിപ്പ്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പാർട്ടി മന്ത്രിമാർ പങ്കെടുക്കില്ല. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച നടക്കുകയാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. തർക്കം ഭരണത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി GR അനിൽ. കോൺഗ്രസ് പുനഃസംഘടന കീറാമുട്ടിയായി തുടരുന്നതിനിടെ ദേശീയ നേതൃത്വത്തെ കണ്ട് നേതാക്കൾ ഐക്യത്തോടെ പ്രചാരണ രംഗത്ത് സജീവമാകണമെന്ന് ഹൈക്കമാൻഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം നവംബർ 1 തുടങ്ങും. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ബീഹാറിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക. ഓരോ കുടുംബത്തിലെയും ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ഉറപ്പ്. എല്ലാ മാസവും സ്ത്രീകൾക്ക് 2500 രൂപ വീതമെന്നും പ്രഖ്യാപനം. പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി നാളെ ബീഹാറിൽ. രാജ്യവ്യാപക ISRന് തുടക്കം. എതിർപ്പുമായി തമിഴ്നാടും പശ്ചിമ ബംഗാളും. സംസ്ഥാനത്ത് കളക്ടർമാരുമായി ചർച്ച നടത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ. മോന്ത ശക്തി പ്രാപിച്ച് അതിതീവ്ര ചുഴലിക്കാറ്റായി തീരത്തേക്ക്. ഒഡീഷയിലും ആന്ധ്രയിലും അതീവ ജാഗ്രത. ഒഡീഷയുടെ തെക്കൻ ജില്ലകളിൽ നിന്ന് 3000 പേരെ ഒഴിപ്പിച്ചു. ഡൽഹിയിൽ വായു മലിനീകരണം നിയന്ത്രിക്കാൻ കൃത്രിമ മഴ പെയ്യിക്കും. പല ഭാഗങ്ങളിലും ക്ലൗഡ് സീഡിംഗ് നടത്തി. നിർണായക കരാറിൽ ഒപ്പുവെച്ച അമേരിക്കയും ജപ്പാനും. അപൂർവ ധാതുക്കളിലും ഭൂവിഭവങ്ങളിലും പരസ്പര സഹകരണം ഉറപ്പാക്കും. ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി ട്രംപ് ഇനി ദക്ഷിണ കൊറിയയിലേക്ക്. വ്യാഴാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും കൂടിക്കാഴ്ച. തിരുവനന്തപുരം ജില്ല 1825 പോയിന്റ് 117 പവൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാർ. അത്ലറ്റിക്സിൽ മലപ്പുറം ഒന്നാമത്. ഇത്തവണ 7 ദിവസങ്ങൾക്കിടെ പിറന്നത് 30 റെക്കോർഡുകൾ. അടുത്ത മേള കണ്ണൂരിൽ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുരാരി ബാബു 4 ദിവസത്തെ കസ്റ്റഡിയിൽ. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുക്കും. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയത് ജ്വല്ലറി ഉടമ പറഞ്ഞിട്ടെന്ന് കൽപേഷ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തെത്തിക്കാൻ അസാധാരണ നടപടികൾ. പ്രതികളെ പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടാകുമോ എന്ന് ആരാഞ്ഞ് ജയിൽ സൂപ്രണ്ടിന് ജയിൽ വകുപ്പ് മേധാവിയുടെ കത്ത്. പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമെന്ന് ബൽറാം കുമാർ ഉപാധ്യായ. പ്രതികളെ പുറത്തെത്തിക്കാൻ സർക്കാർ ശ്രമമെന്ന് KK രമ. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയെ തുടർന്ന് പഠനം ഉപേക്ഷിച്ച അർജുന പഠന സൗകര്യം ഉറപ്പാക്കുമെന്ന് സർക്കാർ. വിദ്യാർത്ഥിയെ അടിയന്തരമായി തിരികെ എത്തിക്കണമെന്ന് മന്ത്രി P പ്രസാദ്. പഠനം ഉപേക്ഷിച്ചത് മറ്റു കാരണങ്ങൾ കൊണ്ടാകാമെന്ന് VC B അശോക്. ഇനി പഠനത്തിനില്ലെന്ന് അർജുൻ.
ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം മുറിച്ചു മാറ്റിയതായി പരാതി. ആരോപണം കൊച്ചി കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിക്കെതിരെ. ആരോപണം തള്ളി ഡോക്ടർ ജോജോ ജോസഫ്. മുഖ്യമന്ത്രിക്ക് വീട്ടമ്മയുടെ കുടുംബത്തിന്റെ പരാതി. CPI മന്ത്രിമാരെ പിൻവലിക്കുമോ? PM ശ്രീയിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ല എങ്കിൽ മന്ത്രിമാരെ രാജിവെപ്പിക്കുമെന്ന കടുത്ത നിലപാടിലേക്ക് CPI. കരാറിൽ നിന്ന് പിന്മാറില്ല എന്നും CPIM നിലപാടെടുത്തതോടെ സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ കത്ത് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കൈമാറി. CPIയുടെ ബഹിഷ്കരണ പ്രഖ്യാപനത്തിനിടെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പങ്കെടുക്കില്ല. CPI കടുത്ത നിലപാട് തുടരുന്നതിനിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. നിലവിൽ തന്റെ തലത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. അല്ല, അതിൻ്റെ ഞാൻ മറുപടി അതിനെ സംബന്ധിച്ചോളം ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവർ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച എന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതേസമയം തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്നായിരുന്നു CPI മന്ത്രിമാരുടെ പ്രതികരണം. ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇടതുപക്ഷ നയം വിജയിക്കും. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. ഭരണത്തിനൊന്നും ബാധിക്കില്ല. അതിലേക്കൊന്നും എത്തിയില്ലല്ലോ. സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടില്ല. ഒരു പ്രശ്നം സംഭവിക്കില്ല. അത് ഇപ്പം പോയിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ? അതൊന്നും പറയില്ല. അതെല്ലാം പാർട്ടി സെക്രട്ടറി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറും. പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നതാണ് ഞങ്ങൾ. ഇപ്പൊ അതിൽ തടസ്സമൊന്നുമില്ല. അതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം ഇതൊക്കെ കൂടുതലായിരുന്നു. അതേസമയം വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരണത്തിന് തയ്യാറായതുമില്ല. മാധ്യമങ്ങളുടെ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് ബിനോയ് വിശ്വം മുന്നോട്ട് പോയി. എന്നാൽ PM ശ്രീയിൽ CPIM ഊരാക്കുടുക്കില്ലെന്നായിരുന്നു BJP നേതാവ് K സുരേന്ദ്രൻ പ്രതികരിച്ചത്. CPM ഇപ്പോൾ വലിയ ഊരാക്കുടുക്കപ്പെട്ടിരിക്കുകയാണ്, ഇടതുമുന്നണിയാകെ. അതിനുള്ള കാരണം അവർ നടത്തിയ തെറ്റായ പ്രചരണങ്ങൾ തന്നെയാണ്. അവര് കാടടച്ച് വെടിവെച്ചു. NEP വന്നപ്പോൾ കാടടച്ച് വെടിവെച്ചു, കള്ളപ്രചരണം നടത്തി. ആ പ്രചരണം മത്സരബുദ്ധിയോടെ CPIM എടുത്തു. ഇപ്പോൾ അവർക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. CPIക്ക് വൈകിപ്പിക്കാം, നീട്ടിവെക്കാം, അതൊന്നും നടക്കുന്ന കാര്യമാണ്. വൈകിപ്പിക്കാമായിരിക്കും 2-3 മാസം, പക്ഷെ കേരളം എന്തായാലും ഇത് നടപ്പാക്കേണ്ടി വരും. കാവ്യവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന് CPIM ചുവപ്പ് പരവതാനി വിരിച്ചു നൽകിയെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ പറഞ്ഞത്. CPI എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് കാണാം. തമിഴ്നാട് കേസിന് പോയി എന്നും കേരളം എന്തുകൊണ്ട് കേസിന് പോയില്ല എന്നും ET ചോദിച്ചു. ഇന്ത്യയിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കാച്ച് ദം യങ്, കുട്ടികളെ കണ്ടുപിടികൂടുക. എന്നിട്ട് എന്ത് ചെയ്യാം? സഫ്രോണൈസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി കഴിഞ്ഞു. റെഗുലേറ്ററി ബോഡികളെല്ലാം തന്നെ സ്വഭാവത്തിലേക്കായി. NCERT അങ്ങനെ വന്നു, UGC വന്നു, മറ്റെല്ലാ റെഗുലേറ്ററി ബോഡികളും വർഗീയവൽക്കരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് NP 2020. അതിനെ തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട്. അതിന് പകരം ചെമ്പട്ട് പരവതാനി വിരിച്ചിട്ട് അവർക്ക് പ്രവേശനം കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനമാണ്. അത് കാപ്പറ്റിയുണ്ടെന്ന് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, അവർ തന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ ഘടകകക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും തെറ്റായിട്ട് നയത്തെ എതിർക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ഇത്ര ശക്തമായിട്ട് എതിർപ്പുകളുള്ളത്.
അവർ യഥാർത്ഥം ചെയ്യുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ, അവരെ ഫാസിസ്റ്റ് പ്രവണത വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിയത്. PMC പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ ഇന്നും പ്രതിഷേധം ഉണ്ടായി. ഭരണപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനയായ AISF-ഉം AIYF-ഉം സംയുക്തമായിട്ടായിരുന്നു ഇന്ന് പ്രതിഷേധിച്ചത്. കോട്ടയം DDO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രവർത്തകർ പിന്നീട് പിന്മാറുകയായിരുന്നു. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗിലും. വിഷയത്തിൽ CPIക്ക് പരോക്ഷ മറുപടി നൽകിയിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് CPIM മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും MV ഗോവിന്ദൻ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാവും. അതാണ് സവിശേഷമായ ഇന്നത്തെ പരിതസ്ഥിതിയിലുള്ള നമുക്ക് ചെയ്യാനാവുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരമുണ്ട്. അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക, പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് 57-ലെ സഖാവ് EMSൻ്റെ ഗവൺമെൻറ് ആദ്യമായിട്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോക ചരിത്രത്തിലാദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ EMS പറഞ്ഞത്. അതായത് CPIയും CPM-ഉം ഈ വിഷയത്തിൽ രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ അത് മുന്നണിക്കകത്ത് മാത്രമല്ല സർക്കാരിനെ കൂടി വലിയ പ്രതിസന്ധിയിലാക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നത് VV അരുൺ നൽകും ആ റിപ്പോർട്ട്. PMC വിവാദം ഇടതുമുന്നണിയിലും സംസ്ഥാന മന്ത്രിസഭയിലും വലിയ പ്രതിസന്ധിയായി തുടരുകയാണ്. മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് CPI നീങ്ങുമെന്ന സൂചനകളാണ് ഇന്ന് പുറത്തു വന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലെന്നും ഉറപ്പായി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേർന്ന CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്ത് ഒരു തരത്തിലും നിലപാടിൽ നിന്ന് മാറേണ്ട സാഹചര്യമില്ല എന്ന് വിലയിരുത്തി. MA ബേബി അടക്കമുള്ള ദേശീയ നേതാക്കളും ബിലോ വിഷയത്തെ വിളിച്ച് സംസാരിച്ചെങ്കിലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ലെന്ന് തന്നെയാണ് CPI ഇപ്പോഴും വ്യക്തമാക്കുന്നത്. നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി CPIയുടെ സംസ്ഥാന നേതൃത്വം എത്തി എന്നുള്ളതാണ് വസ്തുത. കാരണം സംസ്ഥാന കൗൺസിലിൻ്റെ അനുമതിയില്ലാതെ ഈ തീരുമാനത്തിന് ഒരു തരി പോലും പിന്നോട്ട് പോകരുത്, ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം സംസ്ഥാന കൗൺസിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ CPMൻ്റെയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ അതിന് തുല്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ലഭിക്കുന്നത് വരെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് CPIയുടെ തീരുമാനം. നാളെ മന്ത്രിസഭാ യോഗം രാവിലെയാണ് നിശ്ചയിച്ചിരുന്നത്, പക്ഷേ അത് വൈകിട്ടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 4-ാം തീയതിയാണ് CPIയുടെ അതിനിർണായകമായ സംസ്ഥാന കൗൺസിൽ. അതുവരെ ഒരു തീരുമാനം വന്നില്ലെങ്കിൽ മന്ത്രിമാരെ 4 പേരെയും രാജിവെപ്പിച്ച് പുറത്തുനിന്ന് മുന്നണിക്ക് സർക്കാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് CPI സജീവമായി പരിഗണിക്കുന്നത്. ഏതായാലും അതിനു മുമ്പ് ഒരു മുന്നണി യോഗം നടത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ CPM തേടുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 1-ാം തീയതി നിയമസഭാ സമ്മേളനമുണ്ട്. ഇത്തരത്തിൽ കടുത്ത ഭിന്നതയോടെ രണ്ട് പ്രധാന പാർട്ടികൾ നിൽക്കുമ്പോൾ ആ ഭിന്നതയോട് തന്നെ നിയമസഭാ സമ്മേളനത്തെ അഭിമുഖീകരിക്കുക എന്നൊരു പ്രതിസന്ധിയിൽ കൂടി CPM കടന്നു പോകുന്നു. 2-3 ഈ 2 ദിവസങ്ങൾ 1-ാം തീയതി 1, 2, 3 അങ്ങനെ 3 ദിവസങ്ങൾ വലിയ നിർണായകമാണ് CPMനെയും ഇടതുമുന്നണിയും സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഒരു തരത്തിലും നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് തുടരുകയാണ് ഇരു പാർട്ടികളും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇടതുമുന്നണി പ്രതിസന്ധി നേരിടുന്നത് എങ്കിൽ ഐക്യത്തോടെ പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് KPCC. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നവംബർ 1 മുതൽ ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ KPCC തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതി അവതരിപ്പിച്ചത്. ഈ യോഗത്തിൽ ഇവർക്ക് പുറമെ മറ്റ് ചിലരും പങ്കെടുക്കുകയുണ്ടായി എന്ന് മാത്രവുമല്ല
ഐക്യത്തോടുകൂടി ഈ പ്രചാരണ രംഗത്ത് സജീവമാകണമെന്ന കൃത്യമായ നിർദ്ദേശം AICC സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ചില വിയോജിപ്പുകൾ ഉൾപ്പെടെ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതായും വിവരങ്ങൾ ഉണ്ട്. അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അനൈക്യം പറഞ്ഞ് ശരിയാക്കിയില്ല എങ്കിൽ എല്ലാം വെള്ളത്തിലാകുമെന്നും അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് സുധാകരന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. ഈ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനിടെയായിരുന്നു ഹൈക്കമാൻഡുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം ബീഹാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അവിടെ ഇതാ മഹാസഖ്യം വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകുകയാണ്. സംയുക്തമായിട്ടാണ് മഹാസഖ്യം ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് സർക്കാർ ജോലി എന്നതാണ് തേജസ്വി പ്രാണപത്ര എന്ന പേരിലുള്ള പ്രകടന പത്രികയിലെ പ്രധാന ആകർഷണം. തേജസ്വി യാദവും മുകേഷ് സഹാനിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. बिहार को हम लोगों को बनाने का काम करना है, केवल सरकार ही नहीं बनाना बल्कि बिहार को बनाना है। बिहार कैसे बनेगा, हमारा विजन क्या होगा, रोड मैप क्या होगा, ब्लूप्रिंट क्या होगा, हम लोगों ने हमेशा बिहार की जनता के सामने, आप लोगों के समक्ष अपनी बात को रखा है। और आज भी बेहद खुशी की बात है कि आज हम सब लोग महागठबंधन के सभी साथी मिलकर के साझा रूप से आप लोगों के समक्ष, बिहार के लोगों के समक्ष संकल्प पत्र जो है रखा है, यानी हम लोगों का प्रण है। മനു ഭരത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനു, ഇത്തവണ വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം. അവിടെ ഇതാ പ്രകടന പത്രികയിൽ വാഗ്ദാന പെരുമഴ എന്ന് തന്നെ പറയാം. ഒരാൾക്ക് ഒരു കുടുംബത്തിൽ ഉറപ്പുള്ള സർക്കാർ ജോലി, സ്ത്രീകൾക്ക് 2500 രൂപ വീതം മാസം, അങ്ങനെ നീളുന്നല്ലോ ഈ പട്ടിക. എന്തൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ? അഭിലാഷ്, ബീഹാർ കാ തേജസ്വി പ്രതിജ്ഞ പ്രാൺ എന്ന ബീഹാർ കാ തേജസ്വി പ്രാൺ എന്ന ഈ പ്രകടന പത്രിക ഒരു കാര്യം വ്യക്തമാക്കുന്നു. അത് ജനപ്രിയ പദ്ധതികൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ബീഹാറിന് വേണ്ടിയുള്ള തേജസ്വിയുടെ പ്രതിജ്ഞ എന്നർത്ഥം വരുന്ന ഈ പ്രകടന പത്രികയിൽ 25 സുപ്രധാന പോയിന്റുകൾ ആണ് ഉള്ളത്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം, എല്ലാ കുടുംബങ്ങൾക്കും സർക്കാർ ജോലി, എല്ലാ കുടുംബത്തിലും ഒരാൾക്ക് സർക്കാർ ജോലി വരുന്ന തരത്തിൽ ഒരു നിയമ പരിരക്ഷ ഉണ്ടാകുമെന്നാണ്. അതിന് അധികാരത്തിലെത്തിയാൽ 20 ദിവസത്തിനുള്ളിൽ അതിനുള്ള തുടക്കം കുറിക്കും എന്നാണ് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 125 യൂണിറ്റ് വൈദ്യുതി അവിടെ സൗജന്യമായി സർക്കാർ നൽകുന്നുണ്ട്. ആ 125 യൂണിറ്റ് വൈദ്യുതി എന്നതിൻ്റെ പരിധി 200 യൂണിറ്റ് ആക്കും എന്ന് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഈ വയസ്സായ അല്ലെങ്കിൽ വയോധികർക്കുള്ള പെൻഷൻ പദ്ധതിയിൽ ഒരു ഉയർച്ച പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിധവകൾക്കുള്ള പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് വ്യക്തമാക്കി. ക്ഷേമ പെൻഷനുകൾ, ആനുകൂല്യങ്ങൾ എല്ലാം വർദ്ധിപ്പിക്കും എന്ന് പ്രകടന പത്രിക വ്യക്തമാക്കുന്നു. അതോടൊപ്പം ബീഹാറിൻ്റെ വികസനത്തെ ചുവടുപിടിച്ചുകൊണ്ട് സ്പെഷ്യൽ എക്കണോമിക് സോണുകളായിക്കോട്ടെ അല്ലെങ്കിൽ IT പാർക്കുകളായിക്കോട്ടെ, ഇത്തരം വിഷയങ്ങൾ എല്ലാം തന്നെ ഈ പ്രകടന പത്രിക എടുത്തു പറയുന്നു. ബീഹാറിലെ മറ്റൊരു പ്രധാന വിഭാഗമാണ് ഈ ജീവിക ദീദിമാർ. അതായത് പ്രത്യേക ഒരു പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വയം സംരംഭകരും ആയിട്ടുള്ള ഒരു സന്നദ്ധ ഗ്രൂപ്പാണ് ഈ ജീവിക ദീദിമാർ. ഏതാണ്ട് 1,21,00,000 ഇത്തരം പ്രവർത്തകർ അവിടെയുണ്ട്. അവർക്കെല്ലാം പ്രതിമാസം 30,000 രൂപ, ഇൻഷുറൻസ് പരിരക്ഷ, അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ, സാധാരണ ജനവിഭാഗങ്ങളെ സ്പർശിക്കുന്ന നിരവധി വാഗ്ദാനങ്ങൾ ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു. സ്ത്രീകൾക്ക്, യുവാക്കൾ, കുട്ടികൾ, അതുപോലെ ദരിദ്ര വിഭാഗത്തിൽ കഴിയുന്ന ആളുകൾ, ആദിവാസി മേഖലയിലുള്ളവർ, അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും സ്പർശിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് തേജസ്വി പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് എല്ലാ സംഘടനയുടെയും നേതാക്കൾ അവിടെ എത്തിയപ്പോൾ ML വിഭാഗത്തിൻ്റെ ദീപാങ്കർ ഗുപ്ത ഭട്ടാചാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെ പവൻ ഖേര എത്തിയിരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ വന്നില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നവും ചർച്ചയുമായി തന്നെ ഉയരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി അടുത്ത ദിവസം അവിടെ പ്രചാരണത്തിന് ബീഹാറിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ പിന്നോക്ക വിഭാഗങ്ങളെ, ന്യൂനപക്ഷം, സ്ത്രീ വോട്ടർമാരെയൊക്കെ ആകർഷിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ തേജസ്വിയും സംഘവും ഉള്ളത്.
യെസ്, ഇതാണ് ഇപ്പോൾ മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ. എന്തായാലും നാളെ രാഹുൽ ഗാന്ധി കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നതോടുകൂടി പ്രചാരണം അതിന്റെ ടോപ്പ് ഗിയറിലേക്ക് കടക്കുകയും ചെയ്യും. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ രാജ്യവ്യാപകമായിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യവ്യാപക SIRന് തുടക്കമായിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ നടപടികൾ തുടങ്ങിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളത്തിനൊപ്പം തമിഴ്നാടും പശ്ചിമ ബംഗാളും രംഗത്ത് വന്നിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ നവംബർ 2-ന് MK സ്റ്റാലിൻ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബംഗാൾ ആണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയാൻ പ്രതികരിച്ചത്. SIR നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അസാധ്യമാണ് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചതാണ്. എന്നിട്ടും പ്രക്രിയ ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ ആഴ്ത്തുന്നതായും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതിനിടെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ജില്ലാ തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം 2 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. 6300 BLOമാരെ അധികമായി നിയമിക്കും. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാടിൻ്റെ ഒക്കെ എതിർപ്പുണ്ട്. ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് SIRമായി മുന്നോട്ട് പോകുന്നത്. നാളെയാണല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരാനിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വളരെ വേഗത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് കേരളത്തിലും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലെടുത്ത തീരുമാനമാണ് നമ്മൾ നേരത്തെ പരാമർശിച്ചത്. അതായത് 6300 പുതിയ BLOമാരെ അധികമായി നിയമിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ ജില്ലാ തലത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം പൂർത്തിയാവും. ട്രെയിനിങ്ങും വരുന്ന ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാവും. ഇങ്ങനെ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച സമയക്രമം അതേപടി പാലിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ പരാമർശിച്ചതുപോലെ കേരളത്തിൽ വ്യത്യസ്തമായൊരു സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതാണ്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് പോലും നൽകിയത്. പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. എന്തായാലും അതൊന്നും ബാധകമാവാത്ത തരത്തിൽ സംസ്ഥാനത്തെ SIR പരിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ആ തരത്തിലേക്ക് തന്നെയാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നത്. നാളെ അതിൻ്റെ തുടർനീക്കങ്ങൾ ഉണ്ടാവും. നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നടക്കുകയാണ്. അതിന് പുറമെ തന്നെ മറ്റ് യോഗങ്ങളും നടക്കും. അങ്ങനെ വേഗത്തിൽ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം ഇതിനെ എതിർത്തതാണ്. നിയമസഭയിൽ അടക്കം ഈ വിഷയങ്ങൾ പരാമർശിക്കപ്പെട്ടതാണ്. എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നോട്ട് തന്നെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയാണ്. യെസ്, SIRമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ വോട്ടർ പട്ടികയിൽ CPIM വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. തെറ്റായ പ്രചാരവേലയിൽ നിന്ന് ഇരുമുന്നണികളും പിന്മാറണം. CPIMനൊപ്പം കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെ ഒന്നിച്ച് പ്രമേയം പാസാക്കിയെന്നും BJP നേതാവ് K. സുരേന്ദ്രൻ ആരോപിക്കുന്നു. വ്യാജ വോട്ടുകൾ ഇല്ലാത്തവരെന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് LDFും UDFും ഭയപ്പെടുന്നത്? തങ്ങൾ ഇരട്ട വോട്ട് ചേർത്തില്ലെങ്കിൽ, വ്യാജ വോട്ടുകൾ ചേർത്തില്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പൊ ജനഹിതം തങ്ങൾക്കെതിരായി മാറുമോ? കുതന്ത്രങ്ങളിലൂടെ ജയിച്ചുകൊണ്ടിരുന്നത് ഇനി നടക്കാതെ വരുമോ? ഈ ഒരു വേവലാതിയാണ് LDFനെയും UDFനെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട്. ഒരു പൗരനും, കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല. ഒരിടത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും. അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് എന്ന് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ്. മോന്ത ചുഴലിക്കാറ്റ് തീരം തൊടുകയാണ്. വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ?
അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ മോന്ത തീരം തൊടുന്നു. മോന്ത ചുഴലിക്കാറ്റ് തീരം തൊട്ടിരിക്കുന്നു. അടുത്ത 4 മണിക്കൂറിൽ കാറ്റ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് ആന്ധ്ര തീരം കടക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. മച്ചിലിപട്ടണം, കലിംഗപട്ടണം എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. 122 ട്രെയിനുകളും 35 വിമാനങ്ങളുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, വലിയ മുന്നൊരുക്കങ്ങളുണ്ട്, ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാറ്റിന്റെ ഗതി? എത്രയാണ് കാറ്റിന്റെ വേഗത എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, നിലവിൽ കാറ്റ് തീരം തൊട്ടിരിക്കുകയാണ്. തീരത്തേക്ക് കാറ്റ് വീശി അടിച്ചു തുടങ്ങി. എന്നാൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചതുപോലെയുള്ള 100 km/h മുകളിലുള്ള വേഗത അത് ഇപ്പോൾ നിലവിൽ കൈവരിച്ചിട്ടില്ല. നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ അതിൻ്റെ ഒരു സ്ഥിതി നോക്കാം. ഇതിപ്പോൾ ആന്ധ്ര തീരത്തിൻ്റെ അങ്ങോട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുഴലിക്കാറ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മച്ചിലിപട്ടണം മേഖലയിലാണ് പ്രധാനമായിട്ടും ഇങ്ങോട്ട് കയറിയിരിക്കുന്നത് ഈ ചുഴലിക്കാറ്റ്. അതുപോലെ തന്നെ കക്കിനാട ജില്ല, അവിടെ എല്ലാം വളരെയധികം നേരത്തെ തന്നെ ജാഗ്രത പ്രഖ്യാപിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചുഴലിക്കാറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും മച്ചിലിപട്ടണം മേഖല, അവിടെ വൈദ്യുതിയെല്ലാം പൂർണ്ണമായിട്ടും തകരാറിലായി എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരിടത്തും ആ നഗരത്തിലാണെങ്കിലും ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും വൈദ്യുതി ലഭ്യമല്ല. ഇപ്പോൾ കാറ്റിൻ്റെ ഓരോ സ്ഥലങ്ങളിലുള്ള വേഗത കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ മച്ചിലിപട്ടണത്ത് 68 km/h വേഗതയിലാണ് കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. കക്കിനാട മേഖലയിൽ അത് 52 km/h വേഗതയിലാണ് വീശി അടിക്കുന്നത്. ഇവിടെ രണ്ടിടത്തുമാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ കാറ്റ് വീശുന്നത്. ഇത് രണ്ടും അടുത്തുള്ള സ്ഥലങ്ങളാണ്, അടുത്തുള്ള 2 ജില്ലകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാജമുണ്ട്രി വിമാനത്താവളം, ഇവിടെ 50 km/h വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. ബാപ്പട്ല മേഖലയിൽ 33 km/h വേഗതയും, അതുപോലെ തന്നെ നെല്ലൂരിൽ 25 km/h വേഗതയും കാറ്റ് കൈവരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതെല്ലാം ഈ സമീപ പ്രദേശങ്ങളിലുള്ള ജില്ലകളാണ്. ആന്ധ്രയുടെ ഈ തീരപ്രദേശങ്ങൾ തൊട്ടുകിടക്കുന്ന മൊത്തം 19 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 22 ജില്ലകളിലായി മൊത്തം 488 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 403 നിയോജക മണ്ഡലങ്ങളെയാണ് ഈ ചുഴലിക്കാറ്റ് അതിരൂക്ഷമായിട്ട് ബാധിക്കുക. ഇപ്പോൾ നിലവിൽ ഈ തീരപ്രദേശങ്ങളിൽ നിന്ന്, ആന്ധ്രയുടെ തീരങ്ങളിൽ നിന്ന് ഏതാണ്ട് 75,000-ലധികം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ട്രെയിനുകളും ഫ്ലൈറ്റുകളും എല്ലാം റദ്ദാക്കി. 122 ട്രെയിനുകളാണ് പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്തിട്ടുള്ളത് ദക്ഷിണ മധ്യമേഖല റെയിൽവേ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 29 എണ്ണം അതിൻ്റെ ഷെഡ്യൂൾ മാറ്റമുണ്ട്. പിന്നെ 8 ട്രെയിനുകൾ വഴിതിരിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് റെയിൽവേ ഗതാഗതം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ 35 വിമാനങ്ങൾ അതിനെ ടോട്ടലി ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. 32 വിമാനങ്ങൾ റദ്ദാക്കുകയും അതുപോലെ തന്നെ മറ്റ് 3 വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വിമാന സർവീസുകളെയും പൂർണ്ണമായിട്ടും ബാധിച്ചിട്ടുണ്ട്. രാത്രികാല ഗതാഗതം, റോഡ് മാർഗമുള്ള ഗതാഗതം നോക്കുകയാണെങ്കിൽ ആന്ധ്ര തീരം വഴിയുള്ള റോഡ്
മാർഗമുള്ള ഗതാഗതം അത് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ട്രക്കുകൾ, ലോറികൾ തുടങ്ങിയിട്ടുള്ളവ റോഡ് വഴി ട്രാവൽ ചെയ്യാൻ പാടില്ല എന്നറിയിച്ചിട്ടുണ്ട്. അടിയന്തര സർവീസുകൾക്കൊഴികെ മറ്റാരും തന്നെ റോഡിലേക്ക് ഇറങ്ങരുത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 75,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു. ഒഡീഷയുടെ തെക്കൻ തീരങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ വടക്കൻ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ചെന്നൈ ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും ഓറഞ്ച് അതുപോലെ തന്നെ യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നിലവിൽ ഈ ചുഴലിക്കാറ്റിൻ്റെ ഒരു വേഗത നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു മാക്സിമം 60 km/h വേഗതയിലൊക്കെയാണ് ഇത് വീശിയടിക്കുന്നത്. എന്നാൽ കൂടുതൽ സമയം കൂടുന്നതിനനുസരിച്ച് ഏതാണ്ട് ഇന്ന് രാത്രി 11 മണിക്കൊക്കെ ശേഷം നേരത്തെ നമ്മൾ മുൻകൂട്ടി പ്രവചിച്ചതുപോലെയുള്ള അതിൻ്റെ ഉഗ്രരൂപം, അതായത് 100 km/h അധികം വേഗതയിൽ ഇത് വീശിയടിക്കാൻ സാധ്യതയുണ്ട്. മൊത്തം 110 km/h വേഗത വരെ ഇതിന് കൈവരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇനി 4 മണിക്കൂറിനകം ഈ ഒരു വേഗത കൈവരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ദിശ അത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അധികം വൈകാതെ ഒരു 4 മണിക്കൂറിനൊക്കെ ശേഷം ആന്ധ്ര തീരം അത് പൂർണ്ണമായിട്ട് കടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് ഒഡീഷ, അതുപോലെ ജാർഖണ്ഡ്, പിന്നെ ആന്ധ്ര പൂർണ്ണമായിട്ടും, പിന്നെ തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് ഈ ചുഴലിക്കാറ്റ് കാരണമാകും. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരക്കെയുള്ള മഴയും ഈ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായിട്ടുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി വളരെയധികം നിർണായകമാണ്. ഇപ്പോൾ തന്നെ ആ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ കനത്ത നാശനഷ്ടമുണ്ട്. എന്നാൽ വ്യാപകമായ ആൾനാശം ഉൾപ്പെടെ ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൊത്തം 1.76 ലക്ഷം ഹെക്ടറിലെ കൃഷിഭൂമി ഇതിനോടകം തന്നെ നശിച്ചു എന്നാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. വലിയ തോതിലുള്ള കൃഷിനാശം ഉൾപ്പെടെ സംഭവിച്ചു. മഴ ശക്തമായിട്ട് തന്നെ പെയ്യുകയാണ്, നിർത്താതെയുള്ള മഴയുണ്ട്. എന്തായാലും ഇന്ന് രാത്രി അത് നിർണായകം തന്നെയാണ്. തീർച്ചയായും മോന്ത ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടുകൂടി കനത്ത ജാഗ്രതയിലാണ് ആന്ധ്ര ഒഡീഷ തീരങ്ങൾ. അതേസമയം മഴ പെയ്യാത്തതാണ് ഡൽഹിയുടെ പ്രശ്നം. അതിലേക്ക് വരുന്നതിന് മുമ്പ് സംസ്ഥാനത്തും ഇന്ന് മഴ മുന്നറിയിപ്പ് തുടരുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് അറിയിപ്പ്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. നാളെയും 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കിയിൽ ഈ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ശാന്തൻപാറ പേത്തൊട്ടിയിൽ മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. ശാന്തൻപാറ ടാങ്ക്മേട് സ്വദേശിനി സുനിതയാണ് മരിച്ചത്. ദേശീയപാത 85-ൽ അടിമാലിക്ക് അതോടൊപ്പം തന്നെ പള്ളിവാസൽ മേഖലയിലുമെല്ലാം മണ്ണിടിച്ചിൽ തുടരുകയുമാണ്. ഈ മണ്ണെല്ലാം മാറ്റിയിട്ട് തന്നെ അത് കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഈ മണ്ണ് ഫില്ല് ചെയ്തിട്ട് വണ്ടികളെല്ലാം നിലവിൽ വണ്ടികളൊന്നും ബ്ലോക്ക് ആവുന്നില്ല. 2 സൈഡ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് പോകാൻ ഒരു ബുദ്ധിമുട്ട് നിലവിലില്ല. அடிமாலி மூணாறு தேசிய பாதை நேற்று ராத்திரி இந்த பள்ளிவாசல் மூலக்கடை பக்கம் இடிஞ்சு போயிடுச்சு. அது அவங்க ஒரு சும்மா ராத்திரி தோண்டிட்டு என்ன ஏதுன்னு சொல்லாமல் ஒரு பாதுகாப்பு இல்லாமல் போயிடுறாங்க. அவங்க ரோடு மாத்திரம் தோண்டிட்டு மாத்திரம் போகிறாங்க ஒழிச்சு அதை கரெக்ட் பண்ணி வச்சுட்டு போக மாட்டேங்காங்க. நேற்றுலாம் ராத்திரி இடிஞ்சு பெரிய வேலையாகி போச்சு. மூணாறு வரைக்கும் இதே தான் கொஞ்சம் கொஞ்சமாக தான் வேலை செய்கிறாங்களே ஒழிஞ்சு இதை கரெக்டாக வேலை செய்ய மாட்டாங்க. ஒரு பித்தி எடுத்து வச்சுட்டு போயிடுறாங்க. அது சும்மா வைக்காங்க, அது இடிஞ்சு கீழே போயிடுது. இவங்ககிட்ட ஒரு பாதுகாப்பும் கிடையாது, ஒன்றும் கிடையாது. இதை கரெக்ட் பண்ணும்போது கேட்டு போயிடுது. യെസ്, ഇനി നമ്മൾ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഡൽഹിയിൽ വരും ദിവസങ്ങളിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള നടപടികളാണ് തുടരുന്നത്. ഇന്ന് 3 ഘട്ട ക്ലൗഡ് സീഡിംഗ് നടത്തിയെങ്കിലും പ്രതീക്ഷിച്ച പോലെ ഫലവത്തായില്ല. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് കുറവായിരുന്നതാണ് തിരിച്ചടിയായത്. അജയ് തന്നെ തുടരുന്നുണ്ട്. അജയ്, ഒരു ഭാഗത്ത് ഈ അതിശക്തമായ കാറ്റ്, മഴ അത് വലിയ ആശങ്ക പുലർത്തുമ്പോൾ ഡൽഹിയിൽ മഴ പെയ്യിപ്പിക്കുവാനുള്ള ശ്രമം ആണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അത്രമേൽ രൂക്ഷമാണ് അന്തരീക്ഷ മലിനീകരണം. മഴ പെയ്ച്ചാൽ അതിനൊരു കുറവുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അത് പരാജയപ്പെടുകയാണല്ലോ. എന്തുകൊണ്ടാണത്? അഭിലാഷ്, പ്രധാനമായിട്ടും ഡൽഹിയിലുള്ള മേഘങ്ങളിലെ ഈർപ്പത്തിൻ്റെ അളവ് തന്നെയാണ് പ്രതിസന്ധിയായത്. ഇപ്പോൾ ഈ ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ നോക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ഈ ധ്രുവ മേഖലകളിലുള്ള ഒരു രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഈ ക്ലൗഡ് സീഡിംഗ് വഴി അത് വിജയകരമായി പൂർത്തിയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ക്ലൗഡ് സീഡിംഗ് വഴി മഴ പെയ്യിക്കാനുള്ള ഒരു പ്രക്രിയ അത് പലപ്പോഴും പരാജയമാകാറാണ് പതിവ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഭൂമധ്യരേഖയോട്
സാമാന്യം അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലവിൽ ഡൽഹിയിലുള്ളത് അവിടെയുള്ള മേഘങ്ങളിലുള്ള ഈർപ്പത്തിൻ്റെ അളവ് തന്നെയാണ്. മിനിമം 50% ഈർപ്പമെങ്കിലും മേഘങ്ങളിലുണ്ടായാൽ മാത്രമേ ഈ ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ വഴി കൃത്രിമ മഴ പെയ്യ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നെന്നാൽ ഡൽഹിയിലുള്ള മേഘങ്ങളിലുള്ള ഈർപ്പത്തിൻ്റെ അളവ് രേഖപ്പെടുത്തിയത് 15% മുതൽ 20% വരെയാണ്. അത് തന്നെയാണ് ഒരു പ്രതിസന്ധി നേരിട്ടത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും ഈ മേഘങ്ങൾ ഉണ്ടായിരുന്നു, മഴയുടെ ലക്ഷണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ അത് 28 മുതൽ ഇന്ന് മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ക്ലൗഡ് സീഡിംഗ് നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത്. ഈ മേഘങ്ങൾ രൂപപ്പെട്ട ഉടൻ തന്നെ ഈ ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ അത് ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഔട്ടർ ഡൽഹിയിലുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ന് ക്ലൗഡ് സീഡിംഗ് ചെയ്തത്. ഈ സ്ഥലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബുരാരി മേഖല, അതുപോലെ തന്നെ നോർത്ത് കരോൾ ബാഗ്, ഭോജ്പൂർ, മയൂർ വിഹാർ, അതുപോലെ തന്നെ സടക്പൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ ക്ലൗഡ് സീഡിംഗ് നടത്തുകയുണ്ടായിരുന്നത്. IIT കാൺപൂരിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിലാണ് ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. ഈ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ മേഘങ്ങളിൽ സിൽവർ അയഡൈഡും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് പോലെയുള്ള ഒരു ഉപ്പ് വിതറുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഇതുവഴി മേഘങ്ങളിലുള്ള ഈർപ്പം അത് ഘനീഭവിച്ച് മഴയായിട്ട് പെയ്യാറുണ്ട്. എന്നാൽ ഈ ഈർപ്പത്തിൻ്റെ അളവ് അത് കുറഞ്ഞത് തന്നെയാണ് വലിയ പ്രതിസന്ധിയായത്. ഇനി അടുത്ത ദിവസങ്ങളിലും ഇന്ന് 3 ഘട്ട ഈ ക്ലൗഡ് സീഡിംഗ് നടത്തി, എന്നാൽ അത് പരാജയപ്പെടുകയായിരുന്നു. ഇനി നാളെയും മറ്റന്നാളും ഉൾപ്പെടെ ഈ ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ അത് കണ്ടിന്യൂ ചെയ്യും. അത് ഈ ഒരു ക്ലൗഡ് സീഡിംഗ് നടത്തി കൃത്രിമ മഴ പെയ്താൽ എന്തായാലും ഈ അന്തരീക്ഷത്തിലെ ഈ മലിനീകരണം അത് തീർച്ചയായിട്ടും കുറയും എന്ന് തന്നെയാണ് മുൻ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനിൽ ഇതിനു മുൻപേ ഇത്തരത്തിൽ ക്ലൗഡ് സീഡിംഗ് നടത്തി. ലാഹോറിലാണ് ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. അതുവഴി അവിടെ അന്തരീക്ഷ മലിനീകരണം 300 AQI ഉണ്ടായിരുന്നത് അവിടെ 200-ന് താഴേക്കൊക്കെ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുൻ അനുഭവം നമ്മുടെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ക്ലൗഡ് സീഡിംഗ് വഴി അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡൽഹിക്കും പ്രതീക്ഷയാകുന്നത് അത് തന്നെയാണ്. എന്നാൽ ദീപാവലിക്ക് ശേഷമുള്ള ദിവസങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ അന്തരീക്ഷത്തിലെ AQIയുടെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 200 ആയിട്ടുണ്ട്. 200-നും 300-നും ഇടയിലുള്ള ഒരു സംഖ്യ ആയിട്ടുണ്ട്. ദീപാവലി സമയത്ത് ഇത് 400-നും 500-നും മുകളിൽ പോയതാണ്. അത്രത്തോളം അപകടകരമല്ലെങ്കിലും ഇപ്പോഴും മോശമായിട്ടുള്ള അവസ്ഥയിലാണ് അന്തരീക്ഷ വായു മലിനീകരണം നിലനിൽക്കുന്നത്. ഇത് ഡിസംബറൊക്കെ ആകുമ്പോൾ വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഒക്ടോബർ മാസം അല്ലെങ്കിൽ നവംബർ മാസത്തിലെ നിലവാരം നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളെക്കാൾ ഇപ്പോഴത്തെ അളവ് അത് കൂടുതൽ തന്നെയാണ്. ഇനി ഡിസംബർ ആകുമ്പോൾ ഇത് അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ, അതായത് ഡൽഹിയെ വാസയോഗ്യം വരെ അല്ലാതാക്കുന്ന രീതിയിൽ, തീരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്രക്രിയയാണ് ഇപ്പോഴേ ഡൽഹി സർക്കാർ തുടങ്ങി വെച്ചത്. ഡൽഹി മുഖ്യമന്ത്രി രേഖാവ് ഗുപ്തയുടെ വാക്കുകളും വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. സംസ്ഥാനത്തിന് ഈ ഡൽഹിക്ക് അനിവാര്യമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നത്. യെസ്, ഇതാണ് അതായത് ഡൽഹിയിലെ പ്രതികൂലമാകുന്ന സാഹചര്യം, വായു മലിനീകരണം, അതിന് ശമനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൃത്രിമ മഴ പെയ്യിപ്പിക്കുവാനുള്ള നീക്കം നടക്കുന്നത്. പക്ഷേ അത് ഫലവത്താകുന്നില്ല. ഇനി നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് എന്നത് അമേരിക്കയും ജപ്പാനുമായി നിർണായകമായ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അപൂർവ ധാതുക്കളിലും ഭൂവിഭവങ്ങളിലും പരസ്പര സഹകരണം ഉറപ്പാക്കുന്ന കരാറിൽ ആണ് അമേരിക്കയും ജപ്പാനും ഒപ്പുവെച്ചത്. ഈ മേഖലയിൽ നിലവിൽ ചൈനയുടെ ആധിപത്യമാണ് തുടരുന്നത്. അതിനിടയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകൈച്ചിയും കരാറിൽ ഒപ്പുവെച്ചത്. ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയ ട്രംപിന് ദക്ഷിണ കൊറിയയിലേക്കാണ്. ഒപ്പം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അടുത്ത ദിവസം കൂടിക്കാഴ്ചയും നടക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാർത്തിക് ആണ് ചേരുന്നത്. കാർത്തിക്, ഇത് ഈ ചൈനയുടെ ആധിപത്യം തുടരുന്നതിനിടയിലാണല്ലോ ജപ്പാനും അമേരിക്കയുമായി ഇങ്ങനെയൊരു സഹകരണത്തിലേക്ക് എത്തുന്നത്. അത് എത്രത്തോളം പ്രധാനപ്പെട്ടൊരു നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്? അതിൽ ചൈന എതിർപ്പോ അല്ലെങ്കിൽ ചൈന ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഭിലാഷ, സ്മാർട്ട് ഫോണുകൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെയുള്ളവയുടെ നിർമ്മാണത്തിന് അപൂർവ ധാതുക്കൾ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ്. ഈ മേഖലയിൽ ചൈനീസ് ആധിപത്യമാണെന്ന് നിലനിൽക്കുന്നത്. അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയെയുമാണ്. ആ അർത്ഥത്തിൽ വേണം, അത്തരത്തിലൊരു നയതന്ത്രപരമായ അർത്ഥത്തിൽ വേണം ഇന്ന് ജപ്പാനുമായി US ഒപ്പിട്ട ഈ കരാറിനെ കാണാൻ. അപൂർവ ധാതുക്കൾ സംബന്ധിച്ച് ജപ്പാനും US തമ്മിൽ നിർണായകമായ കരാറിൽ ഒപ്പുവെച്ചു. അപൂർവ ധാതുക്കളുടെ വിതരണം, ഇത് സംബന്ധിച്ച സംയുക്ത പദ്ധതികൾ തിരിച്ചറിയൽ, ഇതുൾപ്പെടെയുള്ള
എന്നിവയാണ് ഈ കരാറിലെ നിബന്ധനകൾ. അതാണ് ഏറ്റവും ശ്രദ്ധേയവും. ഈ ഏഷ്യൻ സന്ദർശനത്തിൽ നേരത്തെ മലേഷ്യൻ അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ ഇത്തരത്തിൽ അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ ട്രംപ് നടത്തിയിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഈ ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ട്രംപ് ഇനി പോകുന്നത് ദക്ഷിണ കൊറിയയിലേക്കാണ്. അവിടെയാണ് നിർണായകമായ കൂടിക്കാഴ്ച. ഡൊണാൾഡ് ട്രംപ് ഷീ ജിങ് പിങ്ങുമായി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടക്കും. നമുക്കറിയാം, ദീർഘനാളായി ലോകത്തിലെ വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വലിയ വ്യാപാര യുദ്ധം നിലനിൽക്കുന്നു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 100% അധിക തീരുവ ചുമത്തിയത് മുതലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് തുടക്കമായത്. അത് വലിയ തോതിൽ ഭിന്നതകൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം സോയാബീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സോയാബീൻ അത് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. ഈ ബന്ധം വഷളായപ്പോൾ സോയാബീൻ്റെ ഇറക്കുമതി മെയ് മാസം മുതൽ നിർത്തിവെച്ചിരുന്നു. ഇത് അവിടെ കർഷകരെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തു. കാർഷിക മേഖലയ്ക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ 1 വർഷത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തീരുമാനം ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം വഷളായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ബന്ധം വഷളായ സാഹചര്യം ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ആ ശ്രമങ്ങളുടെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് വ്യാഴാഴ്ച നടക്കുന്നത്. വ്യാഴാഴ്ച ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന സാമ്പത്തിക ഉച്ചകോടിക്കിടെയായിരിക്കും ട്രംപും അതോടൊപ്പം തന്നെ ഷീ ജിങ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുക. ഈ കൂടിക്കാഴ്ചയിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ, അതായത് അപൂർവ ധാതുക്കളുടെ കയറ്റുമതി സംബന്ധിച്ച കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സോയാബീൻ്റെ ഇറക്കുമതി നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ താരിഫുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു അന്തിമ ധാരണയിലെത്തണം. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ US ട്രഷറി സെക്രട്ടറി ബെസന്റ് ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പരസ്യമാക്കിയിരുന്നു. അതായത് ഈ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര കരാറിന് ഏറെക്കുറെ ഒരു പൊതുധാരണയിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും ഷീ ജിങ് പിങ് അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപുമായി വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഈ വ്യാപാര കരാർ സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിലെത്തുക. അതുതന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രധാനമായും US-ഉം ചൈനയും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം അത് ആഗോളതലത്തിൽ തന്നെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. വ്യാപാര മേഖലയെ, അതോടൊപ്പം തന്നെ ആഗോള സാമ്പത്തിക രംഗത്തെയൊക്കെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഇതടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര ഫോർമുല ദക്ഷിണ കൊറിയയിൽ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നതും. അമേരിക്കയും ജപ്പാനും തമ്മിൽ കരാറിൽ എത്തുമ്പോൾ ആ കരാറിന് പ്രാധാന്യം എന്ത് എന്നാണ് VR കാർത്തിക് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഒപ്പം ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കങ്ങളും. ഇനി കായിക മേഖലയിലേക്ക് വരുമ്പോൾ വലിയ പോരാട്ടം ആയിരുന്നു തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇതാ ഒടുവിൽ ആതിഥേയർ തന്നെ കപ്പുയർത്തിയിരിക്കുകയാണ്. അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങി. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കറിൽ നിന്നും ആതിഥേയരായ തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റുവാങ്ങിയത്. മലപ്പുറമാണ് ഇത്തവണയും അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാർ ആയത്. കഴിഞ്ഞ 7 ദിവസങ്ങൾക്കിടെ ഏറ്റവും അധികം റെക്കോർഡുകൾ പിറന്നു എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ഈ മേളയ്ക്ക്. ട്രാക്കിലെയും ഫീൽഡിലെയും അനന്തപൂരം ഒഴിഞ്ഞു. 7 നാൾ നീണ്ട പോരാട്ടത്തിൽ 117.5 പവൻ തൂക്കമുള്ള പ്രഥമ സ്വർണ്ണക്കപ്പിൽ ആതിഥേയരായ തിരുവനന്തപുരം തന്നെ മുത്തമിട്ടു. Chief Minister's Gold Cup goes to the overall champions, തിരുവനന്തപുരം. ട്രാക്കിൽ വേഗം കൂട്ടി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മലപ്പുറം തന്നെ അത്ലറ്റിക്സ് കിരീടം തുടർച്ചയായി ഇത്തവണയും സ്വന്തമാക്കി. ചാമ്പ്യന്മാർക്കുള്ള ട്രോഫികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സമ്മാനിച്ചു. പ്രത്യേകതകൾ ഏറെയുണ്ട് ഇത്തവണത്തെ കായികമേളയ്ക്ക്. ചരിത്രത്തിൽ ആദ്യമായി കായികമേളയിൽ 30 കടന്ന് റെക്കോർഡുകൾ. അർഹരായ കുട്ടികൾക്ക് വീടൊരുക്കാൻ പദ്ധതി വന്നു. റെക്കോർഡ് തിരുത്തിയ ദേവപ്രിയയെയും അതുലിനെയും സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും ഒരുപോലെ ചേർത്തു നിർത്തി. ഒളിമ്പിക്സ് മാതൃകയിൽ മറ്റൊരു കായികമേള കൂടി ഇവിടെ കൊടിയിറങ്ങുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. അങ്ങനെ ഒളിമ്പിക്സ് മാതൃകയിലുള്ള ഒരു കായികമേളയ്ക്ക് കൊടിയിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത തവണ കണ്ണൂരിലാണ് കായികമേള നടക്കാൻ പോകുന്നത്. ഏറെ പ്രമാദമായ ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി ശബരിമലയിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുക.
ചെന്നൈയിലെ ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ്. 13 വർഷമായി ചെന്നൈയിലെ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തു വരികയാണ്. ജെയിൻ എന്നയാളാണ് കൽപേഷ് ജോലി ചെയ്യുന്ന സ്വർണ്ണക്കടയുടെ ഉടമ. ശബരിമലയിലെ കട്ടിള കൊണ്ടുപോയി സ്വർണം എടുത്ത കേസിൽ 2ാം പ്രതിയാണ് കൽപേഷ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തത്. ജ്വല്ലറി ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും കൽപേഷ് പറഞ്ഞു. അതിനിടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ശബരിമലയിൽ ഉൾപ്പെടെ വൈകാതെ തെളിവെടുപ്പ് നടത്തിയേക്കും. ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തിയാകും ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്തുക. ഉദ്യോഗസ്ഥർ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ മുരാരി ബാബുവിന് പിന്നാലെ ജീവനക്കാർക്കുമെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കവർച്ച കേസിൽ മുരാരി ബാബുവിന് 4 ദിവസത്തേക്ക് കസ്റ്റഡി വിട്ടിട്ടുണ്ട്. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ശബരിമലയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തെത്തിക്കാൻ അസാധാരണ നടപടിയുമായി ജയിൽ വകുപ്പ്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് മേധാവി സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചു. എന്നാൽ പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായി മാത്രമാണ് കത്ത് നൽകിയത് എന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ വിശദീകരണം. ഈ നീക്കത്തിനെതിരെ KK രമ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതികളെ പുറത്തെത്തിക്കാനാണ് നീക്കം എന്നതായിരുന്നു രമയുടെ പ്രതികരണം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് ജയിൽ വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്ന് അസാധാരണമായൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. TP കേസ് പ്രതികൾക്ക് വിടുതൽ നൽകിയാൽ ഏതെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ വിവിധ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വിയ്യൂർ അതിസുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ വകുപ്പ് മേധാവി കത്തയച്ചത്. ഇതിലെ വിടുതൽ എന്ന വാക്കാണ് വലിയ തരത്തിൽ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പരോൾ നൽകുന്നത് ഉദ്ദേശിച്ചാണോ അതോ വിട്ടയക്കുന്നത് ഉദ്ദേശിച്ചാണോ ഈ പരാമർശം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പിന്നീട് സംഭവം വിവാദമായതോടെയാണ് വിട്ടയക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പ്രതികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി സ്വാഭാവികമായി നടക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നതെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെയും TP കേസ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള സർക്കാരിന്റെ നീക്കം വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ആ നീക്കത്തിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ 3 ജയിലുകളിലായാണ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ എല്ലാവരും കഴിയുന്നത്. അതിനിടെയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ജയിൽ മേധാവി ഇങ്ങനെയൊരു കത്തയച്ചിരിക്കുന്നത്. സാധാരണയായി എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ പ്രതികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന നടത്തുന്നത് പോലീസാണ്. അങ്ങനെ പോലീസ് അത്തരമൊരു നീക്കം നടത്തുന്നതിന് പകരം ജയിൽ വകുപ്പ് മേധാവി തന്നെ ഒരു കത്തയച്ചുകൊണ്ട് ഇതിൽ വിവരം തേടിയതിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴും വിവാദം കൊഴുക്കുന്നത്. ഫീസ് വർധനവിനെ തുടർന്ന് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദ പഠനം ഉപേക്ഷിച്ച് മടങ്ങിയ വിദ്യാർത്ഥിക്ക് പഠന സൗകര്യം ഉറപ്പാക്കുമെന്ന് സർക്കാർ. താമരശ്ശേരി സ്വദേശി അർജുനാണ് കാർഷിക സർവകലാശാലയിലെ പഠനം ഉപേക്ഷിച്ച് മടങ്ങിയത്. എന്നാൽ ഫീസ് ഇളവിന് അർഹതയുള്ള വിദ്യാർത്ഥിയുടെ വാദത്തിൽ കഴമ്പില്ല എന്ന നിലപാടിലാണ് സർവകലാശാല. സർക്കാർ ഉറപ്പ് നൽകിയാലും ഇനി പഠനത്തിനില്ല എന്ന നിലപാടിലാണ് അർജുൻ എന്ന വിദ്യാർത്ഥി. തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. പ്രവേശന സമയത്ത് വിജ്ഞാപനത്തിൽ ഫീസ് ഒരു സെമസ്റ്ററിന് 12,000 രൂപയായിരുന്നു. എന്നാൽ പുതിയ വിജ്ഞാപന പ്രകാരം ഫീസ് കുത്തനെ ഉയർത്തി. ഹോസ്റ്റൽ ഫീസ്, അനുബന്ധ ചിലവുകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഒരു വർഷം 1.5 ലക്ഷം രൂപയിലധികം ചെലവ് വേണ്ടിവരും. ഭാരിച്ച തുക കണ്ടെത്താനാകാതെ പഠനം ഉപേക്ഷിച്ച് അർജുൻ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. യൂണിവേഴ്സിറ്റി പതിവിലുള്ള ഫീസിനെക്കാട്ടിലും 3 ഇരട്ടി ഫീസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഏകദേശം ഒരു 8 സെമസ്റ്റർ പഠിക്കുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് കോളേജിൽ അടയ്ക്കേണ്ട തുക ഞാൻ ആ കോളേജിൽ അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, നമ്മളെ ചെലവ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അർജുൻ പഠനം ഉപേക്ഷിച്ചത് ചർച്ചയായതോടെ കൃഷിമന്ത്രി P. പ്രസാദ് വിഷയത്തിൽ ഇടപെട്ടു. അടിയന്തരമായി വിദ്യാർത്ഥിയെ തിരികെ എത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ഫീസ് വർധനയുടെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങില്ല. പ്രത്യേക ഇളവിന് അർഹതയുള്ള കുട്ടിയാണ് അർജുനെന്നും മന്ത്രി പറഞ്ഞു. ആ വിദ്യാർത്ഥി അടിയന്തരമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹത്തിന് തിരികെ
കോളേജിൽ പ്രവേശിപ്പിക്കണമെന്നും സർവകലാശാല അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ ആൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥി ഫീസ് ആനുകൂല്യത്തിന്റെ പരിഗണനയിൽ വരുന്ന കുട്ടിയാണ്. ഒരു കാരണവശാലും പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ആ ഫീസ് അടച്ചല്ല, ആദ്യം അടയ്ക്കുന്ന ഒരു ചെറിയ പൈസ അല്ലാണ്ട് പിന്നീട് പൈസ അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അതെന്തോ ചില തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടു, സീനിയേഴ്സ് പലരും പറഞ്ഞു എന്നാണ്. സീനിയേഴ്സ് പറയുന്ന അനുസരിച്ചല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. സീനിയേഴ്സ് അല്ലല്ലോ ഒരു കോളേജിന്റെയോ സർവകലാശാലയുടെയോ ഏറ്റവും ഉന്നതരായ അധികാരികൾ എന്ന് പറയുന്നത്. ഫീസ് കുത്തനെ ഉയർത്തിയതിനെ തുടർന്നാണ് പഠനം ഉപേക്ഷിച്ചതെന്ന അർജുന്റെ വാദം വ്യാജമാണെന്നായിരുന്നു കാർഷിക സർവകലാശാല VC ഡോക്ടർ B അശോകിന്റെ പ്രതികരണം. ഫീസ് ഇളവിന് അർഹനായ വിദ്യാർത്ഥിയാണ് അർജുൻ. പഠനം ഉപേക്ഷിച്ചതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമെന്നും B അശോക് പറഞ്ഞു. അത് അയാൾ ഫസ്റ്റ് ക്ലാസ് ഫ്രോഡ് അല്ലേ? കാരണം ഞാൻ ചോദിക്കട്ടെ, അയാൾ ഫീ കൺസെഷൻ കാറ്റഗറി അല്ലേ? ഫീ കൺസെഷൻ ഉള്ള കുട്ടിയാണല്ലോ. ഞാൻ പരിശോധിച്ചു, അയാൾക്ക് 1 ലക്ഷം രൂപ ഇൻകം ഉള്ളൂ. അപ്പൊ അയാൾ ചേരുന്ന സമയത്ത് ഫീസ് അടയ്ക്കുകയും അത് ഗവൺമെന്റിൽ നിന്ന് റീംബേഴ്സ് ചെയ്യുകയും ആ സംവിധാനത്തിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അയാൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും. സർവകലാശാലയിൽ മടങ്ങിയെത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയെങ്കിലും ഈ സ്ഥാപനത്തിൽ ഇനി പഠിക്കാനില്ലെന്നാണ് അർജുന്റെ നിലപാട്. വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിൽ പഠന സഹായം ലഭിക്കുമെങ്കിലും മാസങ്ങളോളം കുടിശ്ശികയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും അർജുൻ പറഞ്ഞു. ഈ ഗ്രാൻസ് വഴി തിരിച്ചു കിട്ടുമായിരിക്കും. എനിക്ക് അതിൽ വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കോളേജിന് TC വാങ്ങി ഇറങ്ങിയത്. അല്ലാതെ വേറെ ഒരു ഒരു ശക്തിയുടെ പ്രേരണ കൊണ്ടെന്നല്ല ഞാൻ ഇറങ്ങിയത്. ഞാനൊരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഞാൻ ഈ ഗ്രാൻസിന് അർഹനായിരുന്നു. പക്ഷെ അന്ന് ഈ ഗ്രാൻസിന് വെച്ചിട്ട് ആ കോഴ്സ് എന്റെ 3 കൊല്ലത്തിനടുത്ത് ആയി. എനിക്ക് ഇതുവരെയായിട്ട് ഈ ഗ്രാൻസിന്റെ ഫണ്ട് കയറിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോളേജിൽ കയറിയിട്ട് എനിക്ക് ഈ ഗ്രാൻസ് കിട്ടുന്ന വിചാരിക്കുന്നത്? സർവകലാശാലയിലെ വൻ ഫീസ് വർധനയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമുയർത്തി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഫീസ് വർധനവ് അനിവാര്യമെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. വിദ്യാർത്ഥി പഠനം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ വീണ്ടും സർവകലാശാലയ്ക്കെതിരെ സമരം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ. ന്യൂസ് 18 കോഴിക്കോട്. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയതായി പരാതി. കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിന് എതിരെയാണ് പരാതി. തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ കടവന്ത്ര പോലീസിന് ഇത് സംബന്ധിച്ച പരാതി നൽകി. 2024 ജനുവരി 29 തൃശൂർ ജീവ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഷീജ പ്രഭാകരന് ക്യാൻസർ ഉണ്ടെന്ന് അറിയിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഡോക്ടർ VP ഗംഗാധരനെ സമീപിച്ചു. പരിശോധന ഒരിക്കൽ കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിളുകൾ അയച്ചു. ഫെബ്രുവരി 17 ലഭിച്ച ഫലം അനുസരിച്ച് ഷീജയ്ക്ക് ക്യാൻസർ ഇല്ലെന്ന് കണ്ടെത്തി. പക്ഷേ ഈ ഫലം പരിശോധിക്കാതെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ സർജൻ ഡോക്ടർ ജോജോ വി ജോസഫ് 17-ാം തീയതി ഷീജയുടെ വലതുമാറിടം നീക്കം ചെയ്തു എന്നാണ് പരാതി. ആള് ഒരു മരുന്നും എനിക്ക് എഴുതി തന്നില്ല. ആള് വന്നു ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോക്കിട്ട് നമ്മുടെ ഓട്ടം എടുത്താൻ വന്നു. അത് കഴിഞ്ഞിട്ട് അവര് നോക്കി 13-ാം തീയതി ആ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പത്തിന്റെ ചെയ്തത് 17-ാം തീയതി എന്നെ. അപ്പൊ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം ആരോപണം തള്ളി ഡോക്ടർ ജോജോ വി ജോസഫ് രംഗത്തെത്തി. സ്വകാര്യ ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർജറി ചെയ്തത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് വലതുമാറിടം നീക്കം ചെയ്തതെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടയോ എന്നറിയണമെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ ലബോറട്ടറീസിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്റെ ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റിന്റെ റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ആദ്യത്തെ ഭാഗം തീർന്നു. ഇനി രണ്ടാമത് എനിക്കറിയേണ്ടത് ഈ അസുഖം മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അതിനുശേഷമാണ് സർജറിക്ക് റെക്കമെൻഡ് ചെയ്തത്. ആ സർജറിക്ക് 16-ാം തീയതി വരാനായിട്ട് ഞാൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അവർ വന്ന് അഡ്മിറ്റഡ് ആവുന്നു. ഒരു സർജറി ചെയ്ത് തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവം. തൃശൂർ ജീവ ലാബ് 1-ാം പ്രതിയും ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി ഡോക്ടർ ജോജോ വി ജോസഫ് എന്നിവർ 2-3 പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ പോലീസ് ആശുപത്രിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കുടുംബം ആരോപിച്ചു. ഈ ലക്ഷറിയത്തെ റിപ്പോർട്ട് 13-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണേക്കാളും കുറച്ച് 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ റിസൾട്ട്. അതിൽ നെഗറ്റീവായിരുന്നു. എന്നിട്ട് അത് അവർ നോക്കാണ്ട് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത്
എന്നിട്ട് അത് വീണ്ടും ബയോപ്സിക്ക് അയച്ചു, പരിശോധിക്കാൻ അയച്ചു. അപ്പൊ അതിൽ റിസൾട്ട് ഒരു 18-ാം തീയതി ആയിട്ടാ വന്നത്. 18-ാം തീയതി അയച്ചു, മാർച്ച് 7-ാം തീയതി ആയിട്ടാ പിന്നെ വന്ന റിസൾട്ട്. അപ്പൊ അതില് നെഗറ്റീവായിരുന്നു റിസൾട്ട്, അതില് നെഗറ്റീവായിരുന്നു. അപ്പൊ നെഗറ്റീവായപ്പോ അപ്പൊ ഞങ്ങള് ഗംഗാധര സാറിനെ കാണാൻ പോയി. കണ്ടു. അപ്പൊ ആൾക്ക് എന്തോ ഒരു ഇത് തോന്നിണ്ടായിരുന്നു. അപ്പൊ തന്നെ അപ്പൊ ആള് പറഞ്ഞു, ഞാനിതൊന്നും കൂടി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വേറെ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കണ്ട, നിങ്ങൾ ഇത് കഴിച്ചാൽ മതി എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടിലാണ് ഷീജ. നീതി ലഭിക്കുന്നതുവരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഇനി ഇന്നത്തെ വൈറൽ കട്ടിലേക്കാണ്. മുക്കം ഉപജില്ലാ കലോത്സവത്തിനിടെ നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിന്റെ വാർത്ത നേരത്തെ പ്രേക്ഷകർ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ റീൽ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. സന്നദ്ധ സേനാ അംഗങ്ങളെയും മറ്റു വിദ്യാർത്ഥികളെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ റീലാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആഹ്ലാദ പ്രകടനത്തിന് ഇടയായിരുന്നു വിദ്യാർത്ഥി സംഘർഷമുണ്ടായത്. ഒരു വിദ്യാർത്ഥിക്ക് ഈ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇത്തരം അക്രമ സംഭവങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോട്, അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോട് ഒരു യോജിപ്പുമില്ല. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് 9 പൂർണ്ണമാകുന്നു. നമസ്കാരം.